ആഹാ എന്താ പറയാ, ഇതാണ് നമ്മളൊരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും അത് കാണാനൊരു അഴക് വേണം. ആ ടൊമാറ്റോ ഒക്കെ വെച്ച് റോസാപ്പൂക്കൾ പ്രസന്റേഷനിലും ഇല്ലേ attraction? 100%. Correct. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചേച്ചിയൊക്കെ ഇനിയിപ്പോ വെളിനാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് എന്റെ പ്രസന്റേഷനിലൊട്ടും കുറയ്ക്കണ്ട. മുട്ട കണ്ടോ എങ്ങനെ ആക്കി വെച്ചേക്കുന്നെന്ന്, മുയല് കുഞ്ഞുങ്ങളെ പോലെ ആക്കി വെച്ചേക്കുന്നുണ്ടല്ലേ. ചേട്ടാ അപ്രീഷിയേറ്റ് ചെയ്യൂ. ഇല്ല, കാരണം എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഡെക്കറേഷൻ, പിന്നെ ഇതിന്റെ എന്താണ് ആ സ്പ്രെഡ്, നിറവ്, അതിനൊരു വലിയ കൈയടി. താങ്ക് യു. ഇനി ഇത് കഴിച്ചു നോക്കണം. അത് സത്യം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഇച്ചിരി വർത്താനം പറയാം. ഓ, ഇത് വെച്ചോണ്ടായിരുന്നു ചേട്ടാ ഇച്ചിരി 2-3 ചോദ്യം എനിക്ക് ചേച്ചിയോടും ചോദിക്കാനുണ്ട്. ചേട്ടന് ശരിക്കും ഫാമിലി എന്ന് പറഞ്ഞാൽ ബ്ലെസ്സിങ്. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു സ്വത്തിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ യു വെൽ സെറ്റിൽഡ് എന്ന് പറയണം ഫാമിലി എന്ന് പറയുമ്പോൾ. മീൻസ് ഞാൻ പറയുന്ന റിലേഷൻസിലാണ്. ചേച്ചി ചേട്ടന്റെ പെർസ്പെക്റ്റീവില് ഹൗ യു ക്യാൻ എക്സ്പ്ലെയിൻ രാധാകൃഷ്ണൻ ചേട്ടൻ, നോമിനിക്കുട്ടി ടീച്ചർ? എനിക്കിപ്പോ ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയല്ലോ. പക്ഷെ അച്ഛൻ മരിച്ചിട്ട് ഒരുപാട് നാളായി. അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാം അന്നും ഇന്നും നാളെ മറ്റന്നാളും എല്ലാം. ലോകത്തിലേക്ക് ഏറ്റവും വലുത് അമ്മ, അത് കഴിഞ്ഞാണ് വൈഫ്, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ എല്ലാം. അതാണ് എൻ്റെ ഒരു സത്യം. ഞാൻ അന്ന് പ്രോഗ്രാമിന് പോകുമ്പോഴത്തേക്ക് അമ്മ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നന്നായി വാ മകനെന്ന് പറയും. ഇപ്പോഴും ഞാനിങ്ങനെ ആക്കുമ്പം അമ്മയുടെ ഒരു ഗന്ധം എൻ്റെ ഇതിൽ വരാറുണ്ട്. എനിക്ക് കരച്ചിൽ വരാറുണ്ട്. കാരണം വേറൊന്നുമല്ല, അത് അത്രയ്ക്ക് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അമ്മ മരിക്കാൻ നേരത്തെ എൻ്റെ ചേച്ചിയുടെ മോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യും, മരിച്ചു കഴിഞ്ഞാൽ കൂടെ. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, അമ്മ മരിക്കുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ ഗതയെ ചാടി ഞാനും ചാവും. അറിവില്ലാത്ത ഇതാണ്, പക്ഷെ അത്രത്തോളം സ്നേഹമായിരുന്നു അമ്മയുടെ അറ്റാച്ച്മെന്റ്. കാരണം എനിക്ക് ഒരാളെ സ്നേഹിച്ചാൽ ഞാൻ അങ്ങ് അറ്റം സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്. പിന്നെ എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ പുറയിലിരുന്ന് പാടിയതിൻ്റെ ഒരു അംശം മാത്രമാണ് എനിക്കിപ്പോൾ ഉള്ള സ്റ്റേജ് എക്സ്പീരിയൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ എനിക്ക് കിട്ടിയ ക്ലാസിക്കലിലുള്ള നോളജ് എന്ന് പറഞ്ഞാൽ തിയററ്റിക്കലല്ല, പ്രാക്ടിക്കൽ നോളജ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ഇതാണ്. ദാറ്റ് ഈസ് MG രാധാകൃഷ്ണൻ. ഓമനക്കുട്ടി ചേച്ചി എൻ്റെ ചേച്ചിയാണ്. കാരണം ഒരു അമ്മയുടെ സ്ഥാനമാണ്. കുറേ നാൾ ചേച്ചി എൻ്റെ അടുത്ത് മിണ്ടത്തില്ലായിരുന്നു. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചെറുപ്പത്തിൽ തലുണ്ടാക്കുന്നത് അല്ല, അതിനൊരു ഉത്തരമില്ല. അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേര് ഉണ്ട്, കുറേ ആൾക്കാരുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് കുറേ ആൾക്കാർ, ഞാനും ചേച്ചിയും കൂടെ പിണക്കമല്ല, ചേച്ചി മിണ്ടാതിരിക്കുമ്പോഴത്തേക്ക് ഞാൻ എറണാകുളത്താണല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് എന്നെ പറ്റി 10 ചേച്ചി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് കുറേ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ദൈവം എന്ന് പറഞ്ഞൊരു സത്യം. എൻ്റെ ചേച്ചി ഒരു കഴിഞ്ഞ മാസം എൻ്റെ വീട്ടിൽ വന്ന് ലക്ഷ്മി ചേച്ചിയുടെ മോളും വീട്ടിൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, എടാ എന്തിനാടാ നമ്മൾ ഇത്രയും 10-15 വർഷം നമ്മൾ മിണ്ടാതിരുന്നത്. ഞാനും ചോദിച്ചു, ഞാൻ അക്കനെന്നാണ് വിളിക്കുന്നത്, അക്കനെതിനാ എൻ്റെ അടുത്ത് മിണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞങ്ങൾ ഭയങ്കര ഇതായിരുന്നു. ഇവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, ഇവർക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തു, ഇവർക്ക് സാരി വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്നേഹത്തിന്റെ അങ്ങ് അറ്റത്ത് നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. അതിനി ആരൊക്കെ എന്തൊക്കെ തകർത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടിയ സംഗീതത്തെ, ഞങ്ങൾക്ക് 3 പേർക്കും കിട്ടിയ സംഗീതത്തെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിൽ മൊത്തം ഹരിശങ്കറുണ്ട് കിട്ടിയ. പിന്നെ രാജകൃഷ്ണൻ, അവൻ പാടത്തില്ലെങ്കിലും അവന് എഞ്ചിനീയറാണ്. അവനിപ്പം 5-6 നാഷണൽ അവാർഡ് കഴിഞ്ഞു. സ്ഥിരമാണ്. ഷാജിയുടെ സ്ഥിരം സൗണ്ട് എഞ്ചിനീയർ. അപ്പം അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് സംഗീതമല്ലേ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, വേറൊന്നുമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി ആര് നോക്കിയാലും ഞങ്ങൾ ഇനി തകർക്കുന്ന പറ്റത്തില്ല ചേട്ടാ. അത് ദൈവത്തിന്റെ ഒരു, പിന്നെ നമ്മുടെ അത് ഈ ഇടയ്ക്ക് നിൽക്കുന്നവന്മാര് നോക്കിയാൽ മതി. അത് മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. അതെ, Ali's Kitchen. Let's cook with love.